സ്വാഗതം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും കാത്തിരിപ്പുള്ള സിനിമകളിലൊന്നായ ഇന്ത്യൻ 2 എന്ന ചിത്രവുമായി. കമൽ ഹാസൻ, ശങ്കർ എന്നിവരുടെ ആവേശകരമായ കൂട്ടായ്മ, ശ്രദ്ധേയമായ അഭിനേതാക്കളും സാങ്കേതിക മികവും സിനിമാ ലോകത്ത് മികച്ചൊരു പ്രതീക്ഷയെ ജനിപ്പിച്ചിരിക്കുന്ന കമൽ ഹാസന്റെ ഇന്ത്യൻ 2 എന്ന സിനിമയ്ക്ക് മലയാളി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. 1996-ൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ തുടർച്ചയായ ഇന്ത്യൻ 2 ഒരു സാഹസികമായ സാമൂഹിക ത്രില്ലറാണ്. ഈ ലേഖനത്തിൽ ഇന്ത്യൻ 2-യുടെ കഥ, താരനിര, സാങ്കേതിക മികവ്, ആകർഷക രംഗങ്ങൾ, ക്ലൈമാക്സ്, പശ്ചാത്തല സംഗീതം, നിർമ്മാണം എന്നിവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. ഇന്ത്യൻ 2 എന്ന സിനിമയിലെ അഭിനേതാക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കുമുള്ള വിവരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. നടന്മാർ: കമൽ ഹാസൻ ക്യാരക്ടർ സേനാപതി, സിദ്ധാർത്ഥ് പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാൾ, കാജൽ അഗർവാൾ പ്രധാന സ്ത്രീ കഥാപാത്രം, റകുൽ പ്രീത് സിംഗ് മറ്റൊരു പ്രധാന കഥാപാത്രം, വിവേക് പ്രത്യേക കഥാപാത്രം, സാങ്കേതിക പ്രവർത്തകർ. സംവിധാനം എസ് ശങ്കർ, നിർമ്മാണം ലൈക പ്രൊഡക്ഷൻസ്, ലേഖനം എസ് ശങ്കർ, കാറി, സംഗീതം അനിരുദ്ധ രവിചന്ദർ, ഛായാഗ്രഹണം രത്നവേലു, തിരക്കഥ ബി ജെ മഹേന്ദ്രൻ, സംഗീതം അനിരുദ്ധ രവിചന്ദർ. ഈ ചിത്രത്തിലെ അഭിനയവും സാങ്കേതിക മികവുമാണ് ഈ സിനിമയെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിന്റെ പ്രധാന കാരണം. ഇന്ത്യൻ 2-ന്റെ കഥ അവിശ്വസനീയമായ ഒരു സമൂഹ ശ്രവ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആദ്യം ചിത്രത്തിൽ സേനാപതി എന്ന മുൻ സൈനികന്റെ കമൽ ഹാസൻ അഴിമതിക്കെതിരായ പോരാട്ടം ഒരു വലിയ പ്രഭാവം ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ 2-ൽ സേനാപതിയുടെ മകൻ സെന്തിൽ കമൽ ഹാസൻ തന്റെ അച്ഛന്റെ പാത പിന്തുടർന്ന് അഴിമതിക്കെതിരെ പോരാടുന്നു. സെന്തിലിന്റെ ഈ പോരാട്ടം കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി ഉള്ളതുമാണ്. അവൻ സമൂഹത്തിൽ വരുന്ന എല്ലാ അനീതികളെയും നേരിടാൻ സന്നദ്ധനായിരിക്കുന്നു. കമൽ ഹാസൻ സേനാപതി, സെന്തിൽ. കമൽ ഹാസന്റെ ഇരട്ടവേഷം സിനിമയുടെ മുഖ്യ ആകർഷണമാണ്. അദ്ദേഹം പ്രകടിപ്പിക്കുന്ന 2 വ്യത്യസ്ത കഥാപാത്രങ്ങളും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നു. സിദ്ധാർത്ഥ്, നവീൻ, സെന്തിലിന്റെ പോരാട്ടത്തിൽ സഹായിക്കുന്ന ഒരു പ്രധാന കഥാപാത്രം. റകുൽ പ്രീത് സിംഗ്, ശ്രീധരൻ, സെന്തിലിന്റെ സഹായി, പോരാട്ടത്തിൽ അനിവാര്യമായ പങ്കുവഹിക്കുന്നു. കാജൽ അഗർവാൾ, ദിവ്യ, സെന്തിലിന്റെ സഹോദരി, തന്റെ കുടുംബത്തിന് ശക്തമായ പിന്തുണ നൽകുന്നു. പ്രിയ ഭവാനി ശങ്കർ മഹേഷ്, അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ സെന്തിലിനൊപ്പമുള്ള മറ്റൊരു പ്രധാന കഥാപാത്രം. ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ 2 അദ്ദേഹത്തിന്റെ സൈനിക ശൈലിയിലുള്ള ഒരു തികഞ്ഞ ദൃശ്യാനുഭവമാണ്. ശങ്കർ സമൂഹത്തിലെ അഴിമതി, അനീതി എന്നിവയ്ക്കെതിരായ കഥാക്രമം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ശൈലിയിലുള്ള വൈവിധ്യം സിനിമയിൽ പലപ്പോഴും ശ്രദ്ധേയമാകുന്നു. ചിത്രത്തിന്റെ ഛായാഗ്രഹണം, എഡിറ്റിംഗ്, പശ്ചാത്തല സംഗീതം എന്നിവയിലൊക്കെ സിനിമ ഉന്നത നിലവാരമുള്ളവയാണ്. ചിത്രത്തിലെ കോറിയോഗ്രാഫി, സ്റ്റണ്ട് രംഗങ്ങൾ, CGI എന്നിവ പ്രേക്ഷകർക്കൊരു തികഞ്ഞ അനുഭവം നൽകുന്നു. സിനിമയുടെ രംഗങ്ങൾ തികഞ്ഞ വിശ്വസനീയതയോടെ കാഴ്ചവിസ്മയം ഒരുക്കുന്നു. സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ, സെന്തിലിന്റെ അഴിമതിക്കെതിരായ പോരാട്ടങ്ങൾ എല്ലാം പ്രേക്ഷകരെ സീറ്റിൽ നിന്നുയർത്തും. ഓരോ രംഗവും പ്രേക്ഷകർക്ക് ഉണർവിന്റെ നിമിഷങ്ങൾ നൽകുന്നു. സെന്തിലിന്റെ യുദ്ധരംഗങ്ങൾ കൗതുകം നിറഞ്ഞ അനുഭവങ്ങളായി മാറുന്നു. ചിത്രത്തിന്റെ ക്ലൈമാക്സ് അത്യന്തം സ്ഫോടനാത്മകവും പ്രേക്ഷകർക്കുള്ള തികഞ്ഞ ദൃശ്യാനുഭവവുമാണ്. സെന്തിൽ വീണ്ടും അഴിമതിക്കെതിരായി രംഗത്തുവരുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധേയമാണ്. സെന്തിലിന്റെ പോരാട്ടം തന്റെ വിജയത്തോടെ അവസാനിക്കുന്നു. സംഗീത സംവിധായകൻ ചിത്രത്തിൽ മികച്ച പശ്ചാത്തല സംഗീതവും ഗാനം കൊണ്ടും പ്രേക്ഷകരെ ആകർഷിക്കുന്നു. ഓരോ രംഗത്തും സംഗീതം അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ ഉന്നത നിലവാരമുള്ള പ്രൊഡക്ഷൻ മൂല്യങ്ങൾ ഉറപ്പാക്കിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. എളിരാജ സുഭാസ്കരന്റെ നിർമ്മാണത്തിന്റെയും ശങ്കറിന്റെയും പങ്കാളിത്തം സിനിമയുടെ കാഴ്ചവൈഭവം വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യൻ 2 കമൽ ഹാസന്റെ തകർപ്പൻ തിരിച്ചുവരവിനുള്ള ഉജ്ജ്വല ഉദാഹരണമാണ്. സാംസ്കാരികവും സാമൂഹികവുമായ പ്രാധാന്യമുള്ള ഈ ചിത്രം പ്രേക്ഷകരെ ആകർഷിക്കുന്ന എല്ലാ ഘടകങ്ങളും അവലംബമാക്കിയിരിക്കുന്നു. പ്രേക്ഷകർക്കൊരു തികഞ്ഞ ദൃശ്യാനുഭവം നൽകുന്ന ഈ ചിത്രം അവരുടെ മനസ്സുകളിൽ നിലകൊള്ളും. 1996-ലെ ഇന്ത്യൻ എന്ന ചിത്രം അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു മുൻ സൈനികനായ സേനാപതി എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് നിർമ്മിച്ചിരുന്നത്. ഈ ചിത്രം സിനിമാ ലോകത്ത് വലിയൊരു ചലനം സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ 2 എന്ന സിനിമയിലൂടെ ശങ്കർ വീണ്ടും സേനാപതിയുടെ കഥ തുടരുകയാണ്. ഇന്ത്യൻ 2 ഒരു സാമൂഹിക ത്രില്ലറാണ്. ആദ്യ ചിത്രത്തിലെ പോലെ ഈ ചിത്രവും അഴിമതിക്കെതിരായ പോരാട്ടം പ്രമേയമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. സേനാപതിയുടെ മകൻ സെന്തിൽ അച്ഛന്റെ പാത പിന്തുടർന്ന് അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ്. ഈ പോരാട്ടം കുടുംബത്തിന്റെ സുരക്ഷയ്ക്കും സമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടിയാണ്. സെന്തിലിന്റെ പോരാട്ടം തന്റെ അച്ഛൻ സേനാപതിയുടെ പോലെ തന്നെ ശക്തമായ ഒരു യുദ്ധമാണ്. അദ്ദേഹം അഴിമതിക്കെതിരെ പോരാടുമ്പോൾ തനിക്ക് നേരിടേണ്ടിവരുന്ന വെല്ലുവിളികളും തന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും സിനിമയുടെ പ്രമേയത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. സിനിമയിലുള്ള എല്ലാ കഥാപാത്രങ്ങളും പ്രമേയത്തിന്റെ ഭാഗമായ ശക്തമായ കഥാപാത്രങ്ങളാണ്. സിദ്ധാർത്ഥ്, റകുൽ പ്രീത് സിംഗ്, കാജൽ അഗർവാൾ, പ്രിയ ഭവാനി ശങ്കർ എന്നിവരുടെ പ്രകടനം സിനിമയുടെ തികഞ്ഞ രൂപം വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യൻ 2 ചിത്രത്തിലുള്ള എല്ലാ രംഗങ്ങളും അതിന്റെ ദൃശ്യാവിഷ്കാരത്തിന്റെ ഉന്നത നിലവാരം കൊണ്ടും സിനിമ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്നു. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ പ്രേക്ഷകർക്ക് ഒരു ത്രില്ലറിന്റെ അനുഭവം നൽകുന്നു. സിനിമയുടെ ക്ലൈമാക്സ് അത്യന്തം സ്ഫോടനാത്മകവും പ്രേക്ഷകർക്കുള്ള തികഞ്ഞ ദൃശ്യാനുഭവവുമാണ്. സെന്തിൽ വീണ്ടും അഴിമതിക്കെതിരായി രംഗത്തുവരുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധേയമാണ്. സെന്തിലിന്റെ പോരാട്ടം തന്റെ വിജയത്തോടെ അവസാനിക്കുന്നു. സംഗീത സംവിധായകൻ ചിത്രത്തിൽ മികച്ച പശ്ചാത്തല സംഗീതവും ഗാനം കൊണ്ടും പ്രേക്ഷകരെ ആകർഷിക്കുന്നു. ഓരോ രംഗത്തും സംഗീതം അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു.
ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ ഉന്നത നിലവാരമുള്ള പ്രൊഡക്ഷൻ മൂല്യങ്ങൾ ഉറപ്പാക്കിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അക്ഷയകുമാറിന്റെ നിർമ്മാണത്തിന്റെയും ശങ്കറിന്റെയും പങ്കാളിത്തം സിനിമയുടെ കാഴ്ചവൈഭവം വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യൻ 2 പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു തികഞ്ഞ ദൃശ്യാനുഭവം നൽകുന്ന സിനിമയാണ്. ആദ്യ ചിത്രത്തിന്റെ പ്രഭാവം ഈ ചിത്രത്തിലൂടെയും തുടരുന്നു. പ്രേക്ഷകർക്കൊരു തികഞ്ഞ അനുഭവം നൽകുന്ന ഈ ചിത്രം അവരുടെ മനസ്സുകളിൽ നിലകൊള്ളും. ഇന്ത്യൻ 2 എന്ന സിനിമയുടെ കാര്യങ്ങളിൽ നിങ്ങളെ പരിചയപ്പെടുത്തി. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സിനിമ തീർച്ചയായും ജനങ്ങളുടെ ഹൃദയം കവർന്നെടുക്കുമെന്ന സംശയമില്ല. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെയും പ്രതീക്ഷകളും കമന്റുകളിലൂടെ പങ്കുവെക്കാൻ മറക്കരുത്. ഇനി വേറെ വിവരണങ്ങൾക്കും റിവ്യൂകൾക്കുമായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും വിസ്മരിക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. വീണ്ടും കാണാം.